പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തയ്യാറാക്കുന്നത് ഒരു തട്ടുകട സ്റ്റൈൽ കപ്പ ബിരിയാണിയാണ്. ബീഫ് വെച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ചിക്കൻ വെച്ചിട്ട് നമുക്ക് കപ്പ ബിരിയാണി തയ്യാറാക്കാം. ചിക്കൻ വെച്ചിട്ടുള്ള റെസിപ്പി പിന്നീട് ഒരിക്കൽ ചെയ്യുന്നതായിരിക്കും. കപ്പ ബിരിയാണിക്കായിട്ട് ആദ്യം തന്നെ ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം. മൺചട്ടിയാണ് ബീഫ് വേവിക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. ഒരു 3/4 കിലോ ബീഫ് ചെറിയ പീസായി കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഇതുപോലെ ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയും കൂടി ചതച്ച് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂട്ടിയിട്ട് കൈ ഉപയോഗിച്ചതിനെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. എല്ലാം നന്നായി മിക്സാക്കിയതിന് ശേഷം സ്റ്റവിൽ വെച്ചിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് തന്നെ ഒന്ന് നന്നായി വേവിച്ചെടുക്കാം. ഏകദേശം 1 മണിക്കൂറോളം വേണ്ടി വന്നേക്കാം. ഇനിയിപ്പോൾ പെട്ടെന്നൊന്ന് വെന്ത് കിട്ടണമെങ്കിൽ പ്രഷർ കുക്കറിലിട്ടിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 3-4 വിസിലടിച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാലും മതിയാവും. ബീഫ് ഒന്ന് വെന്ത് കിട്ടുമ്പോഴേക്കും നമുക്ക് മറ്റൊരു സ്റ്റവിൽ കപ്പയൊന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് 1 കിലോ കപ്പ ചെറിയ പീസായി കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് കുറച്ചധികം വെള്ളം വെച്ചിട്ട് മൺചട്ടിയിലിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് വെന്ത് കിട്ടിക്കോളും. വെന്ത് കഴിഞ്ഞാൽ അതിലെ വെള്ളം ഒന്ന് ഊറ്റിക്കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ച് മാറ്റി വയ്ക്കാം. ഇവിടെ ഇപ്പോൾ നമ്മുടെ ബീഫ് കുറച്ചധികം സമയം എടുത്തിട്ടാണ് വെന്ത് കിട്ടിയിട്ടുള്ളത്. ഏകദേശം 1 മണിക്കൂറോളം ആയിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പ ബിരിയാണി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഇതുപോലെ ഒരു ചൂട് കട്ടിയുള്ള പാത്രമായിരിക്കും ഏറ്റവും നല്ലത്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റിന് വെളിച്ചെണ്ണ തന്നെ എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ നന്നായി പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് 2 സവാള ഇതുപോലെ നീളത്തിലരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. സവാള പെട്ടെന്നൊന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഈ സമയം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1 കപ്പ് ചെറുള്ളി ഇതുപോലെ ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. വീണ്ടും 2-3 മിനിറ്റ് കൂടി മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 5 പച്ചമുളക് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഇതുപോലെ നീളത്തിൽ അരിയുകയാണെങ്കിൽ നമ്മുടെ കറി തയ്യാറായി വരുമ്പോൾ അതിലെ പച്ചമുളക് കടിക്കാനായിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. കൂടെ തന്നെ 2 ഇഞ്ച് നീളത്തിലുള്ള 2 വലിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറുതായി അരിഞ്ഞതും 2 ചെറിയ കൂടം വെളുത്തുള്ളി ചതച്ച കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് പച്ചമണം മാറി കിട്ടുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് കറിവേപ്പില കൂടി ഈ സമയം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും 2-3 മിനിറ്റ് നന്നായി വഴറ്റി പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു തക്കാളി ഇതുപോലെ ക്യൂബ്സായിട്ട് അരിഞ്ഞ് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് 2 മിനിറ്റ് കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു പാകത്തിനാണ് നമുക്ക് വേണ്ടത്. തക്കാളിയും സവാളയും ഒന്നും ഒരുപാട് വെന്ത് ഉടയേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1 ടീസ്പൂൺ നിറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. മല്ലിപ്പൊടി ഒന്ന് പാകമായാൽ നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് വീണ്ടും ഒരു 30 സെക്കൻഡ് കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ നിറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി നമ്മുടെ എരിവ് അനുസരിച്ച് ചേർക്കാവുന്നതാണ്. മുളക് പൊടി കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് 1 മിനിറ്റ് മസാലകളെല്ലാം നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ബീഫ് കഷ്ണങ്ങൾ ഈ വെള്ളത്തോടു കൂടി തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബീഫ് കഷ്ണങ്ങൾ ചേർത്തതിന് ശേഷം മസാലയൊക്കെ എല്ലായിടത്തും പിടിച്ച് കിട്ടത്തക്ക വിധത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. നമുക്ക് വേണമെങ്കിൽ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ ചേർക്കാം. അല്ലെങ്കിൽ ഇതുപോലെ പട്ടയും ഗ്രാമ്പൂവും ഏലക്കയും മാത്രമായിട്ട് ഒരുപോലെ എടുത്തിട്ട് വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്ന ഗരം മസാലയിൽ നിന്നും ഒരു 3-1 ടീസ്പൂൺ ചേർത്താലും മതിയാവും. കൂടെ തന്നെ എരിവൊന്ന് നോക്കിയിട്ട് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി കൂടി ചേർത്തിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് മസാലയൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മൂടിയൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കപ്പയൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനു മുമ്പായിട്ട് ഇതിൽ നിന്നും പകുതി കറി മറ്റൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. എല്ലാവർക്കും മിക്സ് ചെയ്ത് കഴിക്കാൻ ഇഷ്ടപ്പെടണമെന്നില്ല, അതുകൊണ്ടാണ് പകുതി എടുത്ത് മാറ്റിയത്. ഇനി നമുക്ക് നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന കപ്പയിൽ നിന്നും പകുതി എടുത്തിട്ട് ഇതിലിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില കൂടി ഇതിലോട്ടിട്ട് കൊടുക്കാം.
ഇനി കഴിക്കാൻ നേരത്ത് തട്ടുകടയിലൊക്കെ കാണുന്ന പോലെ കുറച്ച് സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ഇതിൻ്റെ മേലോട്ടിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ തട്ടുകട സ്റ്റൈൽ കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് അതിൽ കാണുന്ന 3 ഓപ്ഷൻസിൽ ആദ്യം കാണുന്ന ഓപ്ഷൻ ഓൾ കൊടുക്കുകയാണെങ്കിൽ ഈ ചാനലിലോട് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം. അതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.